എനിക്ക് ആദ്യം പറയാനുള്ളത്, അല്ലെങ്കിൽ ബോച്ചെ ഇപ്പം കൂടുതലും വിഷയമായിട്ടുള്ളത് നമ്മളുടെ റഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ടാണ്. റഹീമിൻ്റെ മോചനം എന്ന് പറയുന്നത് നമ്മൾ ഒരു നാടിൻ്റെ മുഴുവൻ ഒരു ആഗ്രഹമായിരുന്നു, ഒരു സ്വപ്നമായിരുന്നു. എങ്ങനെയാണ് ഈ വിഷയം ബോച്ചെ അറിയുന്നത്? ഞാൻ പതിവായി രാവിലെ കക്കൂസേ പോവാറുണ്ട്. അപ്പോൾ പത്രപാരായണവും വെള്ളടിയും രാവിലെ കക്കൂസയിലാണ്. അപ്പോൾ അവിടെ വിശദമായിട്ടുള്ള പത്രപാരായണം. അതിനിടയ്ക്കാണ് ഈ റഹീമിനെ തൂക്കിക്കൊല്ലാൻ പോണ കാര്യം അറിയുന്നത്. അപ്പോൾ ചുരുങ്ങിയ സമയം അന്വേഷിച്ചപ്പോൾ 2,40,00,000 രൂപ മാത്രമേ സമാഹരിച്ചിട്ടുള്ളൂ. അപ്പോൾ റഹീമിൻ്റെ കാര്യം തീരുമാനമായി എന്നെനിക്ക് തോന്നി. അപ്പോൾ ഞാനാണെങ്കിൽ കുവൈറ്റിൽ 20 വർഷം മുമ്പ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ എന്നെ പറ്റിച്ച പാർട്ട്ണറുമായി അല്പം വഴക്കുണ്ടാക്കി ഒരെണ്ണം കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കുറ്റമൊന്നും ചെയ്തിട്ടില്ലെങ്കിലും കള്ളപ്പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് ഒരു ദിവസം കുറ്റം ചെയ്യാതെ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. മുതലും നഷ്ടപ്പെട്ടു, എൻ്റെ പറ്റിക്കപ്പെട്ടു. പോലീസ് സ്റ്റേഷനിൽ ഒരു ദിവസം പോയിരുന്നു. വല്ലാത്ത വേദന തോന്നി. ആ അനുഭവം ഉള്ളതുകൊണ്ട് കുറ്റം ചെയ്യാത്ത ഒരു വ്യക്തി 18 വർഷം, അതും ഗൾഫ് ജയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗൾഫിൽ പോണവർക്കൊക്കെ അറിയാം. അത് വല്ലാത്തൊരവസ്ഥ. ഓരോ ദിവസവും മരണം മുന്നിൽ കണ്ട് കുറ്റം ചെയ്യാത്തൊരാളുടെ അവസ്ഥ ചിന്തിക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് തോന്നി അദ്ദേഹത്തിൻ്റെ തല അറക്കാൻ പാടില്ല. ഇറങ്ങാൻ നോക്കിയപ്പോൾ ഒരുപാട് പേര് പിന്തിരിപ്പിച്ചു. 34 കോടി രൂപയാണ്. കാരണം ആരും കാര്യമായിട്ട് സഹകരിക്കില്ല, എത്ര വലിയൊരു എമൗണ്ട് ആയതുകൊണ്ട്. 1-2 കോടിയൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും ഒറ്റയ്ക്കെടുക്കാനും ഒക്കെ ആയിട്ട്. എന്നാലും എൻ്റെ ഒരു കോൺഫിഡൻസ് വെച്ച് ഒരു നല്ല കാര്യത്തിനല്ലേ, മോശം വരില്ല. മലയാളികൾ സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെളി വാരി തേക്കും, ചെളി വാരി എറിയും, അത്യാവശ്യം പാരവെപ്പും ഇതൊക്കെ ഉണ്ടെങ്കിലും, ബുദ്ധി കൂടിയ മലയാളികളാണ് ഒക്കെ ആണെങ്കിലും, നമ്മുടെ ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് വേറൊരു രാജ്യത്ത് കൊണ്ടുപോയി ഒരു മലയാളീനെ അറക്കാൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ വികാരം മാറി. അവിടെ ജാതി മതങ്ങൾക്കൊക്കെ അതീതമായി, കക്ഷി രാഷ്ട്രീയമൊക്കെ അപ്പുറത്ത് ആയിട്ട് എല്ലാവരും ഒരുമിച്ച് നിന്നു എന്നതാണ്. അതുകൊണ്ട് ബിഗ് സല്യൂട്ട് ടു മലയാളീസ്. Yes, a big salute to Malayalis and of course to Boche. ലോകത്തിന് തന്നെ മാതൃകയായി ഒരുപാട് രാജ്യങ്ങൾക്ക് മലയാളി, കേരളം മാതൃകയായി കഴിഞ്ഞിരിക്കുകയാണ്. റഹീമിൻ്റെ മോചനത്തിന് എനിക്ക് തോന്നുന്നു 2 ദിവസം മുൻപ് വരെ 34 കോടിയുടെ സ്ഥാനം നമുക്ക് 18 കോടി രൂപ മാത്രമേ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താ ശരിക്കും തോന്നിയത്? എന്നെ കൊണ്ട് എങ്ങനെ സാധിക്കും, എങ്ങനെയാണ് തോന്നിയത്? ഞാൻ ശരിക്കും റഹീമിൻ്റെ അവസ്ഥയിൽ തന്നെ ആയി മാറി. കാരണം കുറച്ച് ദിവസം മുമ്പ് വരെ ഒരു 10 കോടിയുടെ വ്യത്യാസം വന്നു. പിന്നെ അപ്പോൾ എനിക്ക് തോന്നി കുഴപ്പമില്ല, ഇനി വന്ന മാക്സിമം 10 കോടി നമ്മൾ എടുക്കണം. എന്തായാലും ഇതിൽ ഇറങ്ങി, ഇനിയിപ്പോൾ എത്ര വന്നാലും അതെടുത്ത്, അല്ലാണ്ട് ഞാൻ ഇറങ്ങി ഇനി 10 കോടി കിട്ടിയില്ല, ഞാൻ 1 കോടിയെ കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇനി ഒരാളെ കൊല്ലാൻ വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും തീരുമാനിച്ചു കുറവ് വന്നെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരാൾ പറഞ്ഞു, ഞങ്ങൾ ഈ ബിരിയാണി ചലഞ്ചൊക്കെ കോവിഡ് സമയത്ത് നടത്തിയിട്ട് ഒരുപാട് പൈസ കിട്ടി. അങ്ങനെ ഒരു ഐഡിയ യാത്രയിൽ പറഞ്ഞു തന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഈ മാസം അവസാനം ബോച്ചെ ടീ ലോഞ്ച് ചെയ്യാൻ നിൽക്കുകയാണ് ഇന്ത്യയിൽ. അപ്പോൾ അതിൻ്റെ ഓൺലൈൻ മാത്രം പെട്ടെന്ന് 15-ാം തീയതിക്ക് വെച്ചു. ബോച്ചെ ടീ ലക്കി ഡ്രോ ടിക്കറ്റ് ചാലഞ്ച്. അതായത് 40 രൂപയുടെ ഓരോ പാക്കറ്റ് ബോച്ചെ ടീ വാങ്ങുമ്പോൾ ഒരു ലക്കി ഡ്രോ കൂപ്പൺ കിട്ടും. ദിവസേന രാത്രി 10:30 നറുക്കെടുപ്പിലൂടെ എല്ലാ ദിവസവും ഒരു ഭാഗ്യവാന് 10 ലക്ഷം, പിന്നെ 13,704 പേർക്ക് മറ്റ് ക്യാഷ് പ്രൈസുകൾ 25,000, 15,000 അങ്ങനെയൊക്കെ ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ അതൊരു സെയിൽസ് പ്രൊമോഷനും കൂടിയായിട്ടുള്ളൊരു സാധനം ആയതുകൊണ്ട് 15-ാം തീയതി വിൽക്കുന്ന ചായയുടെ മൊത്തം കളക്ഷൻ അബ്ദുറഹീം തിരിച്ചു വരുമ്പോൾ, ഇനി ഇവിടെ വന്നിട്ട് പഴയ പോലെ ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇത്രയും കാലം പാവം ജയിലിലൊക്കെ കിടന്ന് കഷ്ടപ്പെട്ടതല്ലേ. അപ്പോൾ ഒരു ബോച്ചെ ടീ ഷോറൂം
സൗജന്യമായി ഇട്ട് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അതിനുവേണ്ടി ആ ചാലഞ്ച് നടത്തി. ഇവിടെയും ഉണ്ടാവും ഒരുപാട് പേര് ബോച്ചെ ടീ വാങ്ങി ആ ചലഞ്ച്, ബോച്ചെ ടീ ചലഞ്ച് വിജയിപ്പിച്ചു. അതുകൊണ്ട് ഇപ്പോൾ അബ്ദുറഹീം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനും ഉമ്മയ്ക്കും ഇനി സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു സംവിധാനത്തിലെത്തിയ ബോച്ചെ ടീ ചാലഞ്ചിൽ പങ്കെടുത്ത വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി പറയാം. അതിൻ്റെ പ്രൈസും അടിച്ചു. ഒരു മാവേലിക്കരയുള്ള ശ്രീദേവിക്കാണ് 10 ലക്ഷം അടിച്ചത്. പിന്നെ ഇന്നലെ ഒരു നേഴ്സിന്, കാനഡയിലുള്ള ഒരു മലയാളി അങ്കമാലിയുള്ള നേഴ്സിന് അടിച്ചു. പിന്നെ ഒരുപാട് 13,000 പേർക്ക് ഡെയിലി ക്യാഷ് പ്രൈസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വലിയൊരു ടേണിംഗ് പോയിന്റിലൂടെ എത്തിച്ചേർന്നു എന്നതാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ ഞാനിപ്പോൾ എൻ്റെ 3ാമത്തെ സംഭവമാണ്. അതായത് ഈ 812 കിലോമീറ്റർ ഓടാൻ കാസർഗോഡ് ടു ട്രിവാൻഡ്രം, അപ്പോഴും പലരും പറഞ്ഞു ഇതൊന്നും ഓടിയെത്തില്ല എന്ന്. പക്ഷെ നമ്മളൊരു ആത്മവിശ്വാസത്തിൽ അങ്ങോട്ട് ഇറങ്ങി തിരിച്ചു ഓടിയെത്തി. അതുപോലെ ഇതും പറഞ്ഞു. പക്ഷെ നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടി, നല്ല മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ധൈര്യമായിട്ട് അങ്ങോട്ട് ഇറങ്ങിയാൽ അതങ്ങോട്ട് നടക്കും എന്നുള്ളതാണ് എൻ്റെ. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ കൂടുതലും സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ബിസിനസ് മാൻ കൂടെയാണ് ബോച്ചെ. അതിൽ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പം റോൾസ് റോയ്സ് കാറ് വാടകയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള, മറ്റുള്ള ബിസിനസ്സുകാരൊന്നും ചെയ്യാത്ത വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനൊരു ഇൻസ്പിറേഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് അങ്ങനെ തോന്നുന്നത്? ഇൻസ്പിറേഷൻ വെൽ ഇത്രയേ ഉള്ളൂ. സി, എവരിബഡി വാണ്ട്സ് ടു ബി ഹാപ്പി. മനുഷ്യരൊക്കെ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും ഈ ഓടി നടക്കുന്നതും എന്ത് തന്നെ ചെയ്യുന്നതൊക്കെ അൾട്ടിമേറ്റ് വാട്ട് പർപ്പസ്? ഹാപ്പിനെസ്, സന്തോഷത്തിന് വേണ്ടിയാണ് എല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ സന്തോഷത്തിന് പല വഴികളുമുണ്ട്. അപ്പോൾ പല പല വഴികൾ സന്തോഷത്തിനുണ്ടെങ്കിലും ഇതൊക്കെ ഓരോ ദിവസം കഴിയുമ്പോഴും മടുത്തു പോകുന്ന ഒരു സത്യമാണ്. ഇപ്പോൾ ഞാൻ വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇത്തിരി വൈകിയാണ് കഴിച്ചത്. മലപ്പുറത്ത് പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ഒരു സിനിമ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ അതും കൂടെ അങ്ങ് പറഞ്ഞേക്കാം. ഈ ബോച്ചെ യാചകയാത്ര, അബ്ദുൾ റഹീമിൻ്റെ കഥ ഒരു സിനിമയാവാൻ പോവുക. ഞാനത് എടുക്കാൻ പോവാം. അപ്പോൾ മലപ്പുറത്ത് എത്തിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയില്ല. ഒരു 10 മിനിറ്റ് കേട്ടി പെട്ടെന്നൊരു റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പോൾ അവിടെ നല്ല ലിവറും മട്ടൺ ചോപ്സൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിച്ചു. അപ്പോൾ ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഇവിടെ ബിരിയാണി ഉണ്ടെന്ന് കേട്ടു. പക്ഷേ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എത്ര ഇഷ്ടമുള്ള സാധനങ്ങളും ഇഷ്ടമുള്ള പ്രവൃത്തികളും ചെയ്യും തോറും കുറച്ച് കഴിയുമ്പോൾ മടുത്തു പോകുന്നതാണ് അല്ലേ? പൈസ കൊണ്ട് ചെയ്യാവുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. കാറ് വാങ്ങാം, റോൾസ് റോയ്സ്. ഇനി 10 റോൾസ് റോയ്സ് വാങ്ങിച്ചിട്ട് കാര്യമില്ല. ഹെലികോപ്റ്റർ വാങ്ങി. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലായി. അപ്പോൾ എല്ലാം നല്ലതാണ്, സൗകര്യമാണ്, അതിന് സുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ വിട്ടിട്ട് മടുക്കാത്ത ദ റിയൽ പ്യൂർ ഹാപ്പിനെസ് ഹൗ പോസിബിൾ എന്നതാണ്. നിലനിൽക്കുന്ന സന്തോഷം. ഈ മെറ്റീരിയൽ തിങ്സ് ഒക്കെ വിട്ടിട്ട് നമ്മൾ മറ്റുള്ളവരുടെ മുഖത്ത് ആത്മാർത്ഥമായിട്ട് ആ സന്തോഷം വിരിയിക്കാൻ സാധിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന ആ പോസിറ്റീവ് എനർജി, ആ സന്തോഷം ലാസ്റ്റിംഗ് ആണ്. അത് നമുക്ക് ജനങ്ങൾ അതിൻ്റെ അപ്രിസിയേഷൻ തരും, ജനങ്ങൾ അതിൻ്റെ സപ്പോർട്ട് തരും, പോസിറ്റീവ് എനർജി. ആ പോസിറ്റീവ് എനർജി കിട്ടുമ്പോൾ നമ്മുടെ ശരീരം, ബ്രെയിൻ എല്ലാം ആ ഉത്തേജനമുണ്ടല്ലോ, മൈൻഡ് ബോഡി ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ വി ക്യാൻ മൂവ് ടു എനിവെയർ, വി ക്യാൻ ഡു എനിത്തിങ് അല്ലേ? കാരണം നമ്മളെയൊക്കെ തോന്നിവാസികളാണ് എന്നാണ് വിളിക്കുക അല്ലേ? കാരണം തോന്നുന്നത് ചെയ്യുന്നവൻ തോന്നിവാസി. തോന്നാത്തത് ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? ചെയ്യുന്നതൊക്കെ തോന്നിയതാണ്, നന്നാവും മോശമാവും. അപ്പോൾ ഈ തോന്നലുകൾ എങ്ങനെയാണ്? ഇറ്റ്സ് എ ബിഗ് സബ്ജക്റ്റ്. ഇറ്റ്സ് ലീഡ്സ് ടു ഹാപ്പിനെസ് ആൻഡ് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് ഇഫ് യു ലിസൺ. തോന്നിയത് ചെയ്യുന്നതാണ് നമ്മളൊക്കെ തോന്നിവാസി എന്ന് പറയുന്നത്. അപ്പോൾ തോന്നലുകൾ നല്ലതും പൊട്ടയൊക്കെ ഉണ്ടാവാം. ദർ ഈസ് നോ കൺട്രോൾ, ദർ ഈസ് നോ സ്വിച്ച് ഫോർ അവർ ബ്രെയിൻ
ഇന്ന് ഇങ്ങനെ ചിന്തിക്കാം എന്ന് പറഞ്ഞൊരു സ്വിച്ച് ഇടാൻ നമുക്ക് പറ്റില്ല. ദർ ഈസ് നോ കൺട്രോൾ. അപ്പോൾ ഈ തോന്നലുകൾ എങ്ങനെ ശരിയായ അറിവിലൂടെ ഫീഡ് ചെയ്യുമ്പോൾ ആ നോളജ് അത് ഫീഡ് ചെയ്ത് വരുമ്പോൾ ബ്രെയിനിൽ ശരിയായ കമാൻഡുകൾ വരും. വെൻ ദർ ഈസ് ദ റൈറ്റ് കമാൻഡ്സ്, ആ കമാൻഡുകൾ കിട്ടുമ്പോൾ ബ്രെയിൻ ആ കമാൻഡ് അക്സെപ്റ്റ് ചെയ്യും ത്രൂ ദ റൈറ്റ് നോളജ്. എസ്പെഷ്യലി ടുഡേ മാധ്യമം എഡു കഫേ, ഇറ്റ്സ് കണക്റ്റഡ് ടു നോളജ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് എ റിയൽ റൈറ്റ് നോളജ് ഐ എം ടോക്കിംഗ് ടു യു. അപ്പോൾ അറിവിലൂടെ ശരിയായ കമാൻഡിലൂടെ ബ്രെയിൻ വർക്ക് ചെയ്യുമ്പോൾ ആ മൈൻഡ് ആൻഡ് ബോഡി സിങ്ക്രണൈസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ റൈറ്റ് കമാൻഡ്സ്. ശരിയായ തോന്നലുകൾ ഉണ്ടാവും. അങ്ങനെ തോന്നുമ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആ തോന്നലുകൾക്കനുസരിച്ച് ചെയ്യുമ്പോൾ അത് വിജയത്തിലെത്തുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആ വിജയത്തിലൂടെ നമുക്ക് ശരിയായ ദ എവർ ലാസ്റ്റിംഗ് സന്തോഷം നമുക്ക് ലഭിക്കുന്നു. ദാറ്റ് ഈസ് ദ റൈറ്റ് തിങ്. യെസ്. പക്ഷേ നമ്മുടെ എഡ്യു കഫേയിൽ എത്തിയിട്ടുള്ളത് ഒരുപാട് വിദ്യാർത്ഥികളാണ്, യങ് ആസ്പിറൻസ് ആണ്, അതുപോലെ തന്നെ അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ ഉണ്ട്. ഒരു പക്ഷേ ഇതിൽ കുറച്ച് പേരെങ്കിലും ഭാവിയിലെ ബിസിനസ്സുകാരാവാം. ബോച്ചയെ സംബന്ധിച്ചിടത്തോളം യു ആർ നോട്ട് ഓൺലി എ സക്സസ്ഫുൾ ബിസിനസ് മാൻ, പക്ഷെ നമ്മളൊക്കെ മനസ്സിലാക്കിയ അനുസരിച്ച് യു ആർ എ ഹാപ്പി സക്സസ്ഫുൾ ബിസിനസ് മാൻ. അതിൻ്റെ ഒരു സീക്രട്ട് എന്താണ്? ഈ ഹാപ്പി ആവുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ആർട്ട്, അതൊരു അറിവാണ്. എത്രയോ പേർക്ക് ബിസിനസ് ഉണ്ടായിട്ടും പൈസ ഉണ്ടായിട്ടും ആരോഗ്യം ഉണ്ടായിട്ടും എല്ലാം ഉണ്ടായിട്ടും ഹാപ്പി അല്ല. വൈ? ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ്സ് ഓൾസോ ത്രൂ ദ റൈറ്റ് നോളജ്. ശരിയായ അറിവിലൂടെ മാത്രമാണ് ഒരാൾക്ക് സന്തോഷവാനാവാൻ സാധിക്കുക. അല്ലെങ്കിൽ ആ അറിവില്ലെങ്കിൽ എന്തൊക്കെ നേടിയാലും സന്തോഷം നേടാൻ സാധിക്കില്ല. വാട്ട്സ് എ റൈറ്റ് നോളജ്? അത് വലിയ ക്ലാസ്സാണ്, മണിക്കൂറുകൾ എടുക്കും. അതൊരു 5 മിനിറ്റിൻ്റെ ഗുളിയാക്കി തരാം ഷോർട്ടായിട്ട്. വി ജസ്റ്റ് ബോൺ ടു ഡൈ. നമ്മളൊക്കെ ചാവാൻ വേണ്ടി ജനിച്ചവരാണ്, അല്ലേ? നോ റെസ്പോൺസ്. ഈ വൺ മാൻ ഷോ പ്രസംഗം എനിക്ക് ഇഷ്ടമില്ല. ഇപ്പം ഇടയ്ക്ക് അല്ല ആണെന്നൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കണേ, ഒരു സൗണ്ട് ഉണ്ടാക്കണം. പ്രതികരണ ശേഷി നഷ്ടപ്പെടാൻ പാടില്ല. ആണോ? ചാവാൻ വേണ്ടി ജനിച്ചവരാണോ? അല്ലാത്തവരുണ്ടോ? ഉദ്ദേശമില്ലാത്തവര്? ഇവിടുന്ന് പോവാ ഉദ്ദേശത്തിലാരുണ്ടോ? ഇത് ഇങ്ങനെ സൈലൻസ് കേൾക്കുമ്പോൾ. എന്നതുകൊണ്ട് മരണം മോശമല്ല. ജനനം മരണം സൃഷ്ടിയുടെ ഭാഗമാണ്. നത്തിങ് ബാഡ്. പക്ഷേ വാട്ട് ഈസ് ലൈഫ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും? എന്താണ് നിങ്ങളുടെ അറിവ് അബൌട്ട് ലൈഫ്? വാട്ട് ഫോർ ലൈഫ് എന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പ്രകൃതിയുമായി കണക്ട് ചെയ്തിരിക്കുന്നു. ജീവിതത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ പ്രകൃതിയെക്കുറിച്ച് പഠിക്കണം. ആകാശം, നക്ഷത്രങ്ങൾ, അങ്ങനെ എന്തോരം സംവിധാനങ്ങളാ, അമാനുഷികം. അപ്പോ പ്രകൃതിയും മനുഷ്യനെ എങ്ങനെ കണക്ട് ചെയ്തിട്ടിരിക്കുന്നു, എത്ര ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നു. അതായത് ദർ ഈസ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻസ്. അപ്പോ നമ്മൾ ജനിച്ചാൽ എന്തുണ്ടാവും? ദർ ഈസ് എ റിയാക്ഷൻ. ജനിച്ചാൽ മരണം, അല്ലേ? സുഖമുണ്ടെങ്കിൽ എന്താണ്ടാവും? യെസ്. ദുഃഖമുണ്ടാവും. യെസ്. തീയുണ്ടെങ്കിൽ പുകയുണ്ടാവും, അല്ലേ? സയൻസ് എടുത്തോളൂ, പ്രകൃതി എന്തു വേണമെങ്കിലും എടുത്തോളൂ. അപ്പോ ഇതൊരു ഗ്രാഫ് എങ്ങനെയാണ്? ദ ഗ്രാഫ് ഓഫ് ദ ലൈഫ് ഈസ് അപ്പ് ആൻഡ് ഡൗൺ, അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ. ഒരിക്കലും ഗ്രാഫ് ഇങ്ങനെ പോയില്ല മുകളിലേക്ക്. ഈ അറിവ് നമുക്കുണ്ടാവണം. മനുഷ്യൻ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമാണ് ഉണ്ടാവുക എന്ന് തെറ്റിദ്ധരിച്ചാൽ നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ആഗ്രഹിച്ചതൊക്കെ സാധിക്കണം, അല്ലെങ്കിൽ ഞാൻ നിരാശനാകും, ഞാൻ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ തളർന്നു പോകും, ഞാൻ നശിച്ചു പോകും എന്നൊക്കെ അറിവില്ലായ്മയോടെ, ലാക്ക് ഓഫ് നോളജ്. അതാണ് അറിയുക. വാട്ട് ഈസ് ലൈഫ്? അപ്പ് ആൻഡ് ഡൗൺ. മുകളിലേക്ക് പോയാൽ താഴേക്ക് വരണ്ടേ? എത്ര ഹൈറ്റിൽ ചാടിയാലും
താഴോട്ട് വീഴും അല്ലേ. ഞാനൊരു ഹൈ ജമ്പർ ആയിരുന്നു പഠിക്കുമ്പോൾ, പിന്നെ റൺ, അങ്ങനെ പല പല സ്പോർട്സ്. അപ്പോൾ എത്ര ഉയരത്തിൽ ചാടിയാൽ എന്ത് ചെയ്താലും ഒരു അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും എന്നതാണ് അല്ലേ. എന്തു സുഖവും കുറച്ച് കഴിയുമ്പോൾ നിലനിൽക്കോ, എന്തു സുഖവും കുറച്ച് കഴിയുമ്പോൾ കയ്പിലേക്ക് വരും, വീണ്ടും മധുരം, വീണ്ടും കയ്പ് അല്ലേ. അപ്പം ഇതാണ് സയൻസ് പരമായിട്ടും ഏത് ലെവലിൽ പഠിച്ചാലും ജീവിതം നമുക്കറിയുക എന്നാണ്. അതുകൊണ്ട് തന്നെ യു ഷുഡ് accept, യു ഷുഡ് ഹാവ് ദ റൈറ്റ് acceptance. നമുക്ക് ശരിയായ അറിവിലൂടെ ശരിയായ എക്സ്പെക്ടേഷൻ ഉണ്ടാവണം. വാട്ട് ഈസ് ദ റൈറ്റ് എക്സ്പെക്ടേഷൻ? ഇറ്റ്സ് നോട്ട് അവർ എക്സ്പെക്ടേഷൻ ദ വേ ഐ എക്സ്പെക്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതല്ല, ശരിയായ എക്സ്പെക്ടേഷൻ എന്താണ്, പ്രകൃതി പറയുന്നത് എന്താണ്, സൃഷ്ടി പറയുന്നത് എന്താണ്, ആ റൈറ്റ് എക്സ്പെക്ടേഷനിലൂടെ പോകണം. അപ്പോൾ നമുക്ക് വലിയ വിഷമങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ ആഗ്രഹിച്ച എല്ലാതും സാധിച്ചില്ലെങ്കിലും കുറേയൊക്കെ സാധിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് കിട്ടിയതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് പരാതികളില്ലാതെ സന്തോഷത്തിൽ ഉള്ളതുകൊണ്ട് ജീവിക്കാൻ പഠിക്കണം. അല്ലാത്തവർ എന്തു കിട്ടിയാലും എപ്പോഴും കിട്ടിയതിനൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മറന്നുകൊണ്ട് കിട്ടാത്തതിനെ കുറ്റം പറഞ്ഞ് നിരാശനായിട്ട് നടക്കുന്നത് കാണാം. Nobody can help through the right knowledge. This is the right knowledge. നമ്മൾ ജനിച്ചു, മരിച്ചു. ജനനത്തിനും മരണത്തിനും ഇടയിൽ ആര് എവിടെ വെച്ച് എപ്പോൾ കാണുന്നു, എന്തിനു വേണ്ടി എന്നെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. ജനിക്കുന്നേക്കാൾ മുമ്പ് എഴുതി വെച്ചിരിക്കുന്നു നിങ്ങൾ എപ്പോൾ മരിക്കും, നിങ്ങൾ ആരാവും എന്നൊക്കെ. അതിനെക്കുറിച്ച് പേടിക്കണ്ട, ടെൻഷൻ വേണ്ട. ടെൻഷൻ എനിമിയാണ്. വിജയത്തിൻ്റെ ശത്രു ടെൻഷൻ, ഭയം, ഇതൊക്കെയാണ്. അപ്പോൾ ഭയം വേണ്ട, എല്ലാം സ്മൂത്തായിട്ട് നടന്നോളും എന്ന ബോധ്യം, എന്ന വിശ്വാസം, ധൈര്യത്തിൽ ശക്തമായി മുമ്പോട്ട് പോവാൻ, ചലിക്കാനുള്ള അറിവുണ്ടാവണം. അറിവിലൂടെ പോകണം. അപ്പോൾ ബുദ്ധി വർക്ക് ചെയ്യും, ശരീരം വർക്ക് ചെയ്യും, ശരിയായ തോന്നലുകൾ ഉണ്ടാവും. ആ തോന്നലുകൾക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ വിജയത്തിലും അതുവഴി സന്തോഷത്തിലും എത്തിച്ചേരാൻ സാധിക്കുന്നു. ദാറ്റ്സ് എ റൈറ്റ് നോളജ്. ബോച്ചയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഇൻസ്പയർ ചെയ്തിട്ട് ഒരുപാട് പേര് ഇപ്പം നാട്ടിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ അഭിമാനം തോന്നാറുണ്ടോ? തീർച്ചയായിട്ടും. ഞാനൊരു 25 വർഷം മുമ്പാണ് ഈ ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്കൊക്കെ കടക്കുന്നത്. മദർ തെരേസയുടെ പുസ്തകം വായിച്ചിട്ടാണ് എനിക്ക് ആ ഇൻസ്പിറേഷൻ കിട്ടാൻ കാരണം. അങ്ങനെ ചെറിയ രീതിയിൽ ചെയ്ത് 25 വർഷം മുമ്പൊക്കെ അത്ര അങ്ങോട്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, ആൾക്കാർ ഇറങ്ങി ചാരിറ്റി ചെയ്യുക, ഒരുപാട് ഇങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ പൊതുവെ കുറവാണ്. ഉണ്ടാവുമായിരിക്കും, ചിലപ്പോൾ ഈ പബ്ലിസിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അറിയാതെ പോകുന്നതായിരിക്കാം. എന്നെ പോലെ ചിലപ്പോൾ വലിയ പബ്ലിസിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കും, എന്നാൽ ഈ കാലത്ത് കാണുന്ന പോലെ ഇല്ല. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഞാനും പലരും ഒക്കെ ഇങ്ങനെ തുടങ്ങി വെച്ച് കുറേ കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ വന്നിട്ട് ഇപ്പം എനിക്ക് തോന്നണേ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് തന്നെ ഒരു കോമ്പറ്റീഷൻ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണത്. വാദിച്ച് ചെയ്യാനായിട്ട് നല്ലതാണ്, എന്തിനൊരു കോമ്പറ്റീഷൻ. അപ്പോൾ സമൂഹത്തിന് നന്മ കിട്ടും, ഒരുപാട് പേര് ഇതിലേക്ക് ഇറങ്ങി വരും. ഇപ്പോൾ നിമിഷ അല്ലേ, എന്താ ജയിലിൽ കിടക്കുന്ന നിമിഷപ്രിയ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ട്. ബോച്ചെ രക്ഷിക്കുമോ? പിന്നെ ചിലവരുടെ പേരുകൾ പറയുന്നുണ്ട്, അവര് രക്ഷിക്കുമോ? ആര് രക്ഷിക്കും? ഒരു കോമ്പറ്റീഷൻ പോലെയാണ് സോഷ്യൽ മീഡിയയിൽ നടക്കണേ. ഇറ്റ്സ് റിയലി ഗുഡ്. ആര് രക്ഷിച്ചാലും ആരും ഇറങ്ങി വരട്ടെ, ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവട്ടെ. നിമിഷ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നാണ്. ദാറ്റ്സ് ഇസ് ഗുഡ് തിങ്. ചാരിറ്റി നമുക്ക് നല്ല എനർജി കിട്ടും, നമുക്ക് സന്തോഷം കിട്ടും. ബാക്കിയൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഇത് നമ്മൾ സഹായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇറ്റ് വിൽ ബി അഡിക്ഷൻ. നമ്മൾ ചാരിറ്റി ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നിർത്താൻ പറ്റില്ല. അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം, മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് നമുക്ക് കിട്ടുന്ന സന്തോഷം, ഇറ്റ് കനോട്ട് സ്റ്റോപ്പ്. അത് ഭയങ്കര സ്പിരിറ്റാണ്. പലപ്പോഴും മറ്റുള്ള ബിസിനസ്സുകാരൊക്കെ ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ചെയ്യുന്നത് പലപ്പോഴും അവരുടെ ആ ഒരു ബിസിനസ്സിൻ്റെ ലാഭം കണ്ടാണ്. പക്ഷേ ബോച്ചെ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, വളരെ വ്യത്യസ്തമായിട്ടുള്ള
നമ്മളുടെ ബിസിനസ്സിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളാണ് പലപ്പോഴും ചെയ്തു വരാറുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ ആരെങ്കിലുമൊക്കെ ഭാവിയിലെ ബിസിനസ്സുകാരായേക്കാം. ഒരു നല്ല ബിസിനസ്സുകാരനാവാൻ അല്ലെങ്കിൽ മറ്റുള്ള ബിസിനസ്സുകാരോട് എന്താണ് ബോച്ചയ്ക്ക് പറയാനുള്ളത്? ഈ ഫസ്റ്റ് പോയിന്റിന് പറയാം, ദെൻ യു ക്യാൻ ആസ്ക് ദ സെക്കൻഡ് പോയിന്റ്. ഈ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വിവാദമാകാറുള്ള ഒരു സബ്ജക്റ്റാണ്. ബോച്ചെ പലരെക്കുറിച്ചും പറയാറുണ്ട്, പരസ്യത്തിന് വേണ്ടിയാണ് ചാരിറ്റി ചെയ്യുന്നത്. ഇവിടെ രണ്ട് കാര്യമുണ്ട്. പരസ്യത്തിന് വേണ്ടിയല്ല ചെയ്യുന്നത് എങ്കിൽ പോലും നമ്മൾക്ക് പരസ്യം കിട്ടും എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിൽ തെറ്റൊന്നുമില്ല, ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ നല്ലത് ചെയ്തിട്ട് നമ്മുടെ ബിസിനസ്സിന് ഗുണമുണ്ടായാൽ, കൂടുതൽ കൂടുതൽ കാശ് കിട്ടിയാൽ കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാം. അതുകൊണ്ട് നമ്മുടെ ബിസിനസ്സും നമ്മുടെ ഫെയിമും ഒക്കെ അതിനു വേണ്ടി ഉപയോഗിക്കാം. ഇപ്പോൾ തന്നെ അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ ഇറങ്ങുമ്പോൾ എൻ്റെ ധൈര്യം എന്താണ്? ഒരു ഫെയിം ഉണ്ട്, എന്നെ അറിയുന്നവരുണ്ട്, 70 ലക്ഷത്തോളം ഫാൻസ് ഉണ്ട്, ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് എല്ലാ ജില്ലയിലും. അപ്പോൾ അവരുടെ ഒരു ശക്തിയുണ്ട്. ആ ഫെയിം എനിക്ക്, എൻ്റെ ആ പ്രശസ്തി അതിനു വേണ്ടി ഉപയോഗിക്കാം എന്നൊരു ആത്മധൈര്യമുണ്ട്. എനിക്ക് ബിസിനസ് ഉണ്ട്. ഇനി കുറവ് വന്നാൽ 5-10 കോടി വന്നാൽ എനിക്കെടുത്ത് അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ പറ്റുമെന്ന വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഈ പ്രശസ്തി കൊണ്ടും ഈ ബിസിനസ് കൊണ്ടും എന്താണ് മോശം? ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിൽ പിന്നെ എനിക്കും എൻ്റെ കുടുംബത്തിനും അടിച്ചു പൊളിച്ച് ജീവിക്കാമല്ലോ. ആർക്കും ദോഷമില്ലാത്ത കാര്യമല്ലേ. കക്കാനും പിടിച്ചു പറിക്കാനൊന്നല്ലല്ലോ നമ്മൾ പോണത്. അതുകൊണ്ട് പലരും പലതും പറയും, അതിലൊന്നും വലിയ കാര്യമില്ല. അതാണ് അബൌട്ട് പരസ്യത്തിന് വേണ്ടിയാണോ ചോദിച്ചതെന്നുള്ളതിനെ കുറിച്ച്. പിന്നെ അത് കഴിയുമ്പോൾ ഒരു പോയിന്റും കൂടെ പറഞ്ഞു. ആ ചോദ്യത്തിൽ 2 പോയിന്റ് എന്തായിരുന്നു? കൻ യു റിപ്പീറ്റ്? ബിസിനസ്സുകാരോട്, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഒക്കെ ബിസിനസ്സുകാരാവാൻ സാധ്യതയുണ്ടല്ലോ. അപ്പം മറ്റുള്ളവരൊക്കെ അവരുടെ ബിസിനസ് നോക്കിക്കൊണ്ടായിരിക്കാം ഇത് ചെയ്യുന്നുണ്ടാവുക, ചാരിറ്റി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ബോച്ചെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ എത്തുന്നത്. അപ്പം മറ്റുള്ള ബിസിനസ്സുകാരോട് എന്താണ് പറയാനുള്ളത്? കുട്ടികളോട് എന്ന പോലെ തന്നെ. തെറ്റൊന്നുമില്ല. ഇപ്പം നേരത്തെ പറഞ്ഞാൽ തന്നെ ഈ ബൈബിളിൽ പറയുന്നുണ്ട്, ഖുറാനിൽ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, രാമായണത്തിലൊക്കെ നിങ്ങളുടെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത്. ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. ഈ മദർ തെരേസയെ കുറിച്ചിട്ടൊക്കെ പുസ്തകങ്ങളും ന്യൂസ് ഒരുപാട് വന്നതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ പഴയ കാടൻ സമ്പ്രദായത്തിൽ 10-15 വർഷം മുമ്പ് പക്ക ബിസിനസ്മാൻ പിഷ്കനായിട്ട് ജീവിച്ചിരുന്ന പോലെ തന്നെ ആർക്കും 1 രൂപ പോലും കൊടുക്കാതെ ജീവിക്കുമായിരുന്നു. അപ്പോൾ പതുക്കെ ഇങ്ങനെ മാറി വരുന്നത് മറ്റുള്ളവരെ കണ്ടിട്ടാണ് നമ്മൾ. അതുകൊണ്ട് തെറ്റില്ല. പിന്നെ മറ്റൊരു വാചകം ബൈബിളിൽ പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നും തിരിച്ച് പ്രതീക്ഷിച്ച് ചെയ്യരുത് എന്ന്. പക്ഷെ ഞാൻ അതിനെതിരാണ്. ഞാൻ പറയും, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും എന്ത് സഹായം ചെയ്യുമ്പോഴും തിരിച്ച് പ്രതീക്ഷിക്കണം. എന്താണെന്നറിയാമോ? ആ സഹായിച്ച വ്യക്തി നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവും ഏറ്റവും വലിയ പണിയും നിങ്ങൾക്ക് തരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വേണം ചെയ്യാൻ എന്നർത്ഥം. അപ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവില്ല. നമുക്ക് ഈ അറിവുണ്ടല്ലോ, സഹായിക്കും തോറും നമുക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കും എന്നറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ ഇതെനിക്ക് അറിയുന്ന കാര്യമല്ലേ, അതിൽ പ്രത്യേക ഷോക്കൊന്നുമില്ല. അതാണ്. അതുകൊണ്ട് ബിസിനസ് ആവാനുള്ളവരിവിടെ ഉണ്ടോ? മേ ബി ഉണ്ടാവുമല്ലോ. ഉണ്ടോ? എത്ര പേർക്ക് ബിസിനസ്സുകാരാവണം? കൈപോക്കിയ കുറച്ച് പേരൊക്കെ ബിസിനസ് ഉണ്ട്. ബിസിനസ് ആയാലും എന്ത് തന്നെയായാലും 100% ആത്മവിശ്വാസത്തോടു കൂടി അത് കിട്ടും എന്നുള്ള ഉറപ്പിൽ അത് നേടുന്നത് വരെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അത് നടന്നിരിക്കും. ദിസ് ഈസ് ദ സീക്രട്ട് ബിഹൈൻഡ് സക്സസ്. യെസ്, മറ്റൊരു ചോദ്യം ഉള്ളത്, നമുക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഉണ്ട്, എല്ലാവരും ആക്റ്റീവാണ്. എസ്പെഷ്യലി കുട്ടികളൊക്കെ പല രീതിയിൽ പോസ്റ്റുകൾ ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ. പലപ്പോഴും അതിന് ഏതെങ്കിലുമൊക്കെ നെഗറ്റീവ് കമൻസ് വരുന്ന സമയത്ത് ഒരു പക്ഷേ തളരുന്ന രീതി വരെ എത്തിച്ചേരാവുന്നതാണ് നമ്മുടെ കുട്ടികളൊക്കെ. പക്ഷേ ബോച്ചയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ട്രോളുകൾ ഈവൻ നല്ല പോസ്റ്റിൻ്റെ അടിയിൽ പോലും ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻസിന് അല്ലെങ്കിൽ മൊത്തം നെഗറ്റിവിറ്റിയെ തരണം ചെയ്യുന്നത്? ഈ നെഗറ്റീവും പോസിറ്റീവും ഇല്ലാതെ കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യില്ല അല്ലേ. നമ്മൾ
ഇപ്പോൾ ഒരു ക്ലോക്കോ ബാറ്ററി എന്തൊക്കെ ഉണ്ടെങ്കിലും അല്ലേ, എന്ത് വർക്ക് ചെയ്യണമെങ്കിലും നെഗറ്റീവും പോസിറ്റീവാണ്, പ്രകൃതിയിലുള്ളതാണ്, മനുഷ്യരിലുള്ളതാണ്. നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി എല്ലാവർക്കും ഉണ്ട് ചില സമയത്തൊക്കെ. അതുകൊണ്ട് ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിലേ പോസിറ്റീവ് ആക്കാൻ പറ്റുള്ളൂ. ഫുൾ പോസിറ്റീവായ പിന്നെ ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. അതുകൊണ്ട് എപ്പോഴും നെഗറ്റീവ് ഉണ്ടാവും, അത് പോസിറ്റീവാക്കി മാറ്റുക കർമ്മം കൊണ്ടും ഉദ്ദേശശുദ്ധി കൊണ്ടുമൊക്കെ. അതുകൊണ്ടാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തളരരുത്, ശരിയായ അറിവിലൂടെ നമ്മൾ മുമ്പോട്ട് പോകണം. ഇന്നിപ്പോൾ കുറേ ഇതുണ്ടായി, ഈ യാത്രയുണ്ടായി, ഒരുപാട് പേര് അപ്രിഷ്യേറ്റ് ചെയ്തു, കേരളം ഏറ്റെടുത്തു, നമ്മൾ ഒരുപാട് പേര് വർക്ക് ചെയ്തു. എനിക്ക് ഒരുപാട് ആദരങ്ങൾ. ഇപ്പം നാളെ വയനാട്ടിലാണ്. കേരളം മുഴുവൻ, അമേരിക്ക, കാനഡ, എത്രയോ രാജ്യങ്ങൾ, ഇപ്പം തന്നെ ഒരു 10-60ഓളം സ്ഥലത്ത് PA നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആദരിക്കാൻ വിളിച്ചിരിക്കുക. ഇവിടെ ഒന്നും എത്തിപ്പെടാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇന്നിപ്പോൾ ഞാൻ വയനാട് പോകുന്നുണ്ട്, അതുകൊണ്ട് നാളെ അത് ഏറ്റെടുത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഒരുപാട് പൊക്കിക്കൊണ്ട് നടക്കുക. ആദ്യമൊക്കെ എനിക്ക് ഷെയ്ക്കിൻ്റെ തരാം, ഒരു സെൽഫി എടുക്കലാണ്. ഇപ്പൊ കംപ്ലീറ്റ് ഉമ്മയിലേക്ക് മാറി, ഉമ്മ തരാണ് ഇപ്പോൾ. അതുകൊണ്ട് സ്നേഹമൊക്കെ ഉണ്ട്, നല്ല സുഖമാണ്, സന്തോഷമാണ്, നല്ല എനർജിയാണ്. പക്ഷേ നമ്മൾ ശരിയായ അറിവിലൂടെ, ഞാൻ എൻ്റെ മനസ്സിൽ പറയുന്നത്, എപ്പോഴാണ് എടുത്ത് താഴെ ഇടുക എന്നറിയില്ല എന്ന പ്രതീക്ഷ ഉറപ്പായിട്ടുണ്ട്. എല്ലാവരും അല്ല, എന്നാലും കുറച്ച് പേർക്ക് അങ്ങനെ അല്ലെങ്കിൽ ഒരു സുഖം കിട്ടില്ല. അതൊരു ഭാഗമാണ്. ചിലവരുടെ കംഫർട്ട്, അവർക്ക് ഉറങ്ങണമെങ്കിൽ 4 തെറി വിളിച്ച 4 നെഗറ്റീവ് പറയാണ്ട് ഉറങ്ങാൻ പറ്റാത്തവരുണ്ട്. ചിലവർ പറയില്ലേ 4 എണ്ണം അടിക്കാതെ ഉറങ്ങാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതിലും പവർഫുള്ളാണ്. എനിക്കൊരു 4 വിമർശനം നടത്താതെ ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും അല്ല, കുറച്ച് പേരെങ്കിലും ഈ പൊക്കി വെച്ച എന്നെ എപ്പോഴാണ് എടുത്ത് താഴെ ഇടാന്നുള്ളത് പറയാൻ പറ്റില്ല. ആ പ്രതീക്ഷയുള്ളത് കൊണ്ട് നാളെ അങ്ങനെ സംഭവിച്ചാലും എന്ത് നെഗറ്റീവ് വന്നാലും ഒരു വിഷമമില്ല. ജനിച്ച് മരിക്കുന്നത് വരെ എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയാം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ് എന്നറിയാം. ഏറ്റക്കുറച്ചിലുകളൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് സ്ട്രോങ് ആണ്. ആയ രീതിയിൽ കിട്ടിയതനുസരിച്ച് മുമ്പോട്ട് പോവും, പരാതികളില്ലാതെ. ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ. നമ്മുടെ കുട്ടികൾ കരിയറിൽ മികച്ച വിജയം നേടുന്ന പോലെ, അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്കോ അങ്ങനെ റാങ്കുകൾ നേടുന്നതിനൊക്കെ ഉപരി ഒരു സോഷ്യലി റെസ്പോൺസിബിൾ ആവേണ്ട ഒരു ആവശ്യം കൂടി ഇന്നത്തെ കാലത്തുണ്ട്. ആസ് എ സോഷ്യൽ മാൻ നമ്മുടെ കുട്ടികളോട് എന്താണ് ബോച്ചയ്ക്ക് പറയാനുള്ളത്? സോഷ്യലാവുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്നെക്കുറിച്ച് ഞാൻ ചിന്തിച്ചത്, എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ച എല്ലാം എനിക്ക് കിട്ടി. സ്കൂളിൽ പഠിക്കുമ്പോൾ സൈക്കിള്, 10ാം ക്ലാസ് ആയപ്പോഴേക്കും സ്കൂട്ടർ, ബൈക്ക്, കാറ്, റോൾസ് റോയ്സ്, ഹെലികോപ്റ്റർ തുടങ്ങി എന്തൊക്കെ ആഗ്രഹിച്ചുവോ അതൊക്കെ സാധിച്ചു. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോൾ, ഇതൊക്കെ മടുത്തു പോകുമ്പോൾ ഇനി എന്താ, വാട്ട് ഈസ് നെക്സ്റ്റ്? നമുക്കല്ലെങ്കിൽ നമ്മളല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത പോലെ ഇനിയൊന്നും ചെയ്യാൻ ബാക്കിയില്ല എന്ന് പറഞ്ഞാൽ ഇനി പോകാൻ സമയമായി എന്നർത്ഥം. അപ്പോൾ ഇനി എന്താ ചെയ്യുക? മടുക്കാത്തത്. അപ്പോൾ ചാരിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ നേടുമ്പോഴും അതൊക്കെ നേടാൻ പറ്റണമെങ്കിൽ, അതൊക്കെ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ എത്ര ജോലിയോ ബിസിനസ്സോ എന്തൊക്കെ ചെയ്യുമ്പോഴും ഒപ്പം അല്പം സമയമായിട്ടോ സമ്പത്തായിട്ടോ അല്പം കൊടുക്കണം, പാവങ്ങൾക്ക് കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ അതിൻ്റെ സുഖം കിട്ടുന്നവനേക്കാൾ കൂടുതൽ കൊടുക്കുന്നവനാണ്. അതിൻ്റെ എനർജി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഫ്രം ദ ഹാർട്ട് ഇഫ് യു ഡു ദാറ്റ്, നിങ്ങൾക്കതിൻ്റെ സുഖം കിട്ടും, നിങ്ങൾക്കതിൻ്റെ എനർജി കിട്ടും, അത് നിലനിൽക്കും, അത് നിങ്ങളെ കാക്കും എന്നതാണ്. അതുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അത് ചെയ്ത് പോകണം. 10 ഉറുപ്പികയാണെങ്കിലും, ഇപ്പം ഞാൻ ഈ തെണ്ടാൻ പോയ സമയത്ത് നിങ്ങൾ 1 രൂപയാണെങ്കിലും 1,00,000 രൂപയാണെങ്കിലും ഒരു ജീവന്റെ വിലയാണ്. അബ്ദുൾ റഹീമിന്റെ തല അറക്കാതിരിക്കാൻ പെരുന്നാൾ സമയം ഇങ്ങനെയൊക്കെയാണ്. ഒരുപാട് ഡയലോഗ് അടിച്ചു, എനിക്ക് ഗുണമുണ്ടായത് യാഥാർത്ഥ്യ. എന്നെ പെരുന്നാൾക്ക് തലേദിവസമൊക്കെ പലരും വിളിക്കുകയാണ്, വാ വാ എന്നുള്ള ഈ യാത്രയിൽ. ഞാൻ പറഞ്ഞു ഇല്ല, നിങ്ങളൊക്കെ പോത്തിനെയും കോഴീനെയും അറത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പോത്തിന്റെ ശബ്ദം കേട്ട് അറക്കണത് ഒരു വീടിന്റെ ബാക്കിലിട്ട് അറക്കുക യാത്രയിൽ നമ്മൾ വണ്ടി നിർത്തി നോക്കുമ്പോൾ. അപ്പം ഞാൻ ആലോചിച്ചു, അയ്യോ ഈ 16-ാം തീയതി അബ്ദുൾ റഹീമിന്റെ തല അറക്കും, ഇവിടെ പോത്തിന്റെ തല അറുത്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ വീഡിയോ ഇട്ടിട്ടു. എന്ത് ആത്മാർത്ഥത, എന്ത് പെരുന്നാള്, എന്ത് വിഷു, എന്ത് ഈസ്റ്റർ, എങ്ങനെ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഇതിനെയൊക്കെ അറുത്ത് തിന്നാൻ പറ്റും? ആഘോഷിക്കണം. പക്ഷെ ഒരു സഹോദരനെ, അതും വേറെ രാജ്യത്ത് അറക്കാൻ കൊടുത്തിട്ടാണ്
ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ അന്ന് മുതലിന്റെ കളക്ഷന്റെ സ്പീഡ് അങ്ങോട്ട് കൂടി. കാരണം ഒരു കുറ്റബോധം ഉണ്ടാക്കും അല്ലേ? ഒരു കുറ്റബോധം ഉണ്ടായി. നമ്മളൊക്കെ ആഘോഷിക്കുക, ഒരു നിരപരാധി അവിടെ കെടുക്കാണ്, എങ്ങനെ സാധിക്കുന്നു? അത് കത്തിക്കേറിയിരുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ ഭാഗമാണ്. നമ്മൾ അങ്ങനെ ചിന്തിക്കണം. നമുക്ക് ഒരു 100 ഉറുപ്പ്യ കിട്ടുമ്പോൾ അപ്പുറത്തിന് 1 രൂപയെങ്കിലും ഉണ്ടോ? അത് 100 രൂപയിൽ 1 രൂപ അങ്ങോട്ട് കൊടുക്കാം. അല്ലെങ്കിൽ 10 ലക്ഷം കിട്ടി, ഭക്ഷണം കഴിക്കാണ്ട് നമ്മുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ ഒരു 100 ഉറുപ്പ്യ ഒരു മീൽസിന്റെ പൈസ കൊടുത്തുകൊണ്ട് ഒരാളും നശിക്കില്ല. നിങ്ങൾക്ക് അതിന്റെ സുഖവും സമ്പത്തും എല്ലാം കിട്ടിയിരിക്കും. അതുകൊണ്ട് ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഇത് പ്രകൃതിയുടെ ഭാഗമാണ്, ഒക്കെയാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, അതിൻ്റെ ഭാഗമാകുക, ആ സുഖത്തിൽ പങ്കാളികളാകുക. ഇതൊരു അഡിക്ഷനാണ്. നിങ്ങൾ ചെയ്തു തുടങ്ങിയാൽ അഡിക്ഷനാണ്. ചെയ്യാൻ നിങ്ങൾക്ക് പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആത്മാർത്ഥമായി ഇറങ്ങി ചാരിറ്റി ചെയ്യുന്നവൻ ഒരിക്കലും കിട്ടാതെ വരില്ല. കൈ തുറന്നു വെച്ച എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സംഭാവന സ്വീകരിക്കുന്നത്. കാരണം ഇതെങ്ങനെ ഇറങ്ങിയാലും ചീത്തപ്പേര് വരും. അതുകൊണ്ട് ഒരിക്കലും സംഭാവനയ്ക്ക് ഇറങ്ങരുത്. ഉള്ള ബിസിനസ്സിൻ്റെ ലാഭം എന്താണോ അത് വെച്ചിട്ട് ചെയ്യുക എന്നതായിരുന്നു. പക്ഷേ ഇവിടെ എൻ്റെ തീരുമാനം മാറ്റി. ഇനി ചീത്ത പേര് വന്നാലും കുഴപ്പമില്ല, ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ എന്നുള്ളത് കൊണ്ട് അങ്ങോട്ട് ധൈര്യമായിട്ട് ഇറങ്ങി. കാശ് കിട്ടി, അതാണ്. അപ്പോൾ ചാരിറ്റി ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ് എന്നതാണ്. സോ താങ്ക് യു വെരി മച്ച്. ഈ തിരക്കുകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് മാധ്യമത്തിൻ്റെയും എഡ്യൂകെഫയുടെയും വേദിയിൽ എത്തിയതിൽ ഒരുപാട് നന്ദി. ആൻഡ് താങ്ക് യു ഫോർ ഇൻസ്പയറിംഗ് മില്യൻസ്. താങ്ക് യു ഫോർ ഇൻസ്പയറിംഗ് മില്യൻസ്. എന്തായാലും താങ്ക് യു വെരി മച്ച്. ഇനി ചോദ്യങ്ങളൊന്നുമില്ല? വെടി തീർന്നോ? കുറെ എഴുതി വെച്ചിട്ടാണല്ലോ വന്നിരിക്കുന്നത്, വലിയ ഫയലും കിതാബൊക്കെ ആയിട്ടാണ്. പക്ഷെ അതൊന്നും നമുക്ക് പ്രശ്നമില്ല. എനിവേ ഐ അപ്രീഷിയേറ്റ് right questions you were asking. Thank you very it's much. a really it will connect to the audience. Thank you. And തീർച്ചയായിട്ടും ഇന്നത്തെ മാധ്യമം എഡു കഫേ നല്ലൊരു കാര്യമാണ്. അറിവിന് വേണ്ടിയിട്ട് അറിവ് നൽകാൻ, അറിവാണ് വേണ്ടത്, ബാക്കിയൊക്കെ സെക്കൻഡറി ആണ്. വേണ്ടി തന്നു. ഇവിടെ എന്നെ ക്ഷണിച്ചതിൽ സന്തോഷം. താങ്ക് യു വെരി മച്ച്. മാധ്യമം ആയിട്ട് ഞാൻ ഒരുപാട് വർഷത്തെ ബന്ധമാണ്. തീർച്ചയായിട്ടും പ്രത്യേകം നന്ദി. സോ നമ്മുടെ പതിവ് പഞ്ച് ലൈൻ, കോൺകർ ദ വേൾഡ് വിത്ത് ലവ്. ലവ് യു എവറിബോഡി. യു ആർ ഓൺ ബോട്ട് ഷേ. Thank you very much.